Good morning, dear students. Today we are going to study about prenatal diagnosis. What is prenatal diagnosis? Prenatal diagnosis means diagnosis before birth. അതായത് ഫീറ്റസ് അമ്മയുടെ യൂട്രസിൽ വളരുമ്പോൾ തന്നെ നമുക്ക് ആ ഡെവലപ്പിംഗ് ഫീറ്റസിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ടെക്നിക്സ് ആണ് പ്രീനേറ്റൽ ഡയഗ്നോസിസ്. യൂട്രസിനുള്ളിൽ വളരുന്ന ഫീറ്റസിൽ എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസോ ഫിസിയോളജിക്കൽ അബ്നോർമാലിറ്റീസോ മോർഫോളജിക്കൽ അബ്നോർമാലിറ്റീസോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ടെക്നിക്സ് ആണ് പ്രീനേറ്റൽ ഡയഗ്നോസിസ്. വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഫീറ്റസിന്റെ ഡെവലപ്മെന്റിൽ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. ആദ്യത്തേത് ആംനിയോസെൻതസിസ്. ആംനിയോസെൻതസിസ് അഥവാ ട്രാൻസ് അബ്ഡോമിനൽ ആംനിയോസെൻതസിസ്. It is performed around 16 weeks of gestation. 14 to 16 weeks of gestation ആകുമ്പോൾ തന്നെ ചെയ്യുന്നതാണ് ആംനിയോസെൻതസിസ്. അമ്മയുടെ യൂട്രസിൽ കുഞ്ഞ് വളരുന്നത് ഒരു ആംനിയോട്ടിക് സാക്കിനുള്ളിലാണ്. ആംനിയോട്ടിക് സാക്കിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ആംനിയോട്ടിക് ഫ്ലൂയിഡിലാണ് ഈ ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നത്. ആംനിയോട്ടിക് സാക്കിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ്, ആ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ കിടന്നാണ് ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആംനിയോസെൻതസിസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫൈൻ തിൻ നീഡിൽ അബ്ഡോമനിലൂടെ യൂട്രസിലൂടെ ആംനിയോട്ടിക് ക്യാവിറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് അൾട്രാസൗണ്ടിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നീഡിലിന്റെ ഫോട്ടോ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നീഡില് കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും. അബ്ഡോമനിലൂടെ യൂട്രസിലൂടെ അമ്നിയോട്ടിക് ക്യാവിറ്റിയിലേക്ക് നമ്മൾ നീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അമ്നിയോട്ടിക് ക്യാവിറ്റിയിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിലാണ് ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡില് ഫീറ്റസ് സെൽസ് ഉണ്ടായിരിക്കും. നമ്മൾ ഒരു 10 to 20 ml അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്തെടുക്കും. ഇങ്ങനെ എടുക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് നമ്മൾ ഫീറ്റസ് സെൽസിനെ ഐസൊലേറ്റ് ചെയ്തെടുത്ത് അതിനെ ഒരു 10 to 14 days കൾച്ചർ മീഡിയത്തിൽ വളർത്തിയെടുത്തിട്ട് അതിനെ കാരിയോടൈപ്പ് ചെയ്യും. കാരിയോടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്രോമസോമൽ അഡിഷനോ ക്രോമസോമൽ ഡിലീഷനോ എന്ത് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് കാരിയോടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഡൗൺ സിൻഡ്രോമോ ക്ലിനിഫിൽട്ടർ സിൻഡ്രോമോ ഇതുപോലുള്ള എന്ത് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് കാരിയോടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിനു പുറമേയും ഈ സെൽസിന്റെ എൻസൈം സ്റ്റഡി നടത്തും. അതിൽ ഏറ്റവും പ്രധാനമാണ് ആൽഫ ഫീറ്റോപ്രോട്ടീൻ. ആൽഫ ഫീറ്റോപ്രോട്ടീന്റെ അളവ് നോർമലിനേക്കാൾ വളരെ കൂടിയാണ് നടക്കുന്നതെങ്കിൽ ദിസ് ഇസ് ഇൻഡിക്കേഷൻ ഓഫ് മെനി കൺജനിറ്റൽ മാൽഫോർമേഷൻ. അപ്പോൾ ആൽഫ ഫീറ്റോപ്രോട്ടീൻ നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്ത ഫീറ്റസ് സെൽസിൽ ആൽഫ ഫീറ്റോപ്രോട്ടീന്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ പലതരത്തിലുള്ള കൺജനിറ്റൽ മാൽഫോർമേഷൻ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഡെവലപ്പിംഗ് ഫീറ്റസിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് ആംനിയോസെൻതസിസിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തതാണ് കോറിയോൺ വില്ലസ് സാമ്പിളിംഗ്. Chorionic villi are tiny finger-like projections found in the placenta. പ്ലാസന്റയിൽ കാണുന്ന ഫിംഗർ-ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് കോറിയോണിക് വില്ലൈ. ഈ കോറിയോണിക് വില്ലസ് സെൽസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഐഡന്റിക്കൽ ടു ദാറ്റ് ഓഫ് ഫീറ്റസ് സെൽസ്. കോറിയോൺ വില്ലസ് സാമ്പിളിംഗ് നമ്മൾ 10 to 12 weeks of gestation ആകുമ്പോൾ ചെയ്യാൻ സാധിക്കും. ഈ കോറിയോൺ വില്ലസ് സാമ്പിളിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു തിൻ കത്തീറ്റർ വജൈനയിലൂടെ സെർവിക്സിലൂടെ പ്ലാസന്റയിലേക്ക് നമ്മൾ കടത്തിവിടും. അപ്പോൾ ഈ പ്ലാസന്റയിൽ കാണുന്ന ഫിംഗർ-ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് കോറിയോണിക് വില്ലൈ. കോറിയോണിക് വില്ലസ് സെൽസിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐഡന്റിക്കൽ ടു ദാറ്റ് ഓഫ് ഫീറ്റസ് സെൽസ്. അപ്പോൾ ഈ കോറിയോണിക് വില്ലസ് സെൽസ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് കോറിയോണിക് വില്ലസ് സെൽസിന്റെ സാമ്പിൾ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്യും. കത്തീറ്റർ ഉപയോഗിച്ച് നമ്മൾ കളക്ട് ചെയ്യും. ഈ കത്തീറ്റർ നമ്മൾ വജൈനയിലൂടെ സെർവിക്സിലൂടെ പ്ലാസന്റയിലേക്ക് കടത്തി വിടുന്നതും അൾട്രാസൗണ്ടിന്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനെ ഡയറക്റ്റ് ചെയ്ത് പ്ലാസന്റയിൽ എത്തിക്കാൻ സാധിക്കും.
അങ്ങനെ നമ്മൾ കോറിയോണിക് വില്ലർ സെൽസിന്റെ സാമ്പിൾ അവിടെ നിന്ന് കളക്ട് ചെയ്യും. എന്നിട്ട് ഇതിനെ നമ്മൾ കാരിയോടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഫീറ്റസിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന്റെ കാരിയോടൈപ്പ് ക്രോമസോം സ്റ്റഡി നടത്തുമ്പോൾ ഫീറ്റസിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. Next is ultrasonography. This is used in the detection of internal organs, tumors and developing fetus. ഇവിടെ എന്താണ് ചെയ്യുന്നത്? A beam of ultrasonic waves is made to point so echo from the structures in the abdomen of the mother, and these waves are then converted to electric currents. They are sorted by computer and then fed into oscilloscope. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇന്റേണൽ ഓർഗാൻസിന്റെ ക്ലിയർ ഡീറ്റെയിൽഡ് ഇമേജ് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ഇന്റേണൽ ഓർഗാൻസിന്റെ അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചേഴ്സിന്റെ ഇമേജ് നമ്മൾ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെവലപ്പിംഗ് ഫീറ്റസിന് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഡെവലപ്പിംഗ് ഫീറ്റസിന്റെ ഫോർ ലിംസിനോ ഹൈൻഡ് ലിംസിനോ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോർഫോളജിക്കൽ ഡിഫക്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസിനുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇത് ഈ ഇമേജസിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. It also reveals soft tissue that are not normally detected by X-rays.